അല്പം മുമ്പ് രതീഷും ജിൻഡോയായിട്ട് സംസാരിക്കുകയാണ്. അത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗ്രൂപ്പ് ഇഫത്തെ പറ്റി അവർ പറയുന്നുണ്ട്. ജിൻഡോ പറയുന്നുണ്ട്, ഗ്രൂപ്പ് ഉണ്ടാക്കാൻ എനിക്ക് വയ്യാഞ്ഞിട്ടല്ല, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നാൾ നിന്ന് പോകാം. പക്ഷേ ലാസ്റ്റ് 5 പേര് വന്നാലും നമ്മൾക്ക് ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കണ്ടേ? മത്സരിച്ച് കഴിഞ്ഞാൽ എവിടെ ചെന്നെത്തും? ഗ്രൂപ്പായിട്ട് കളിക്കുന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടമില്ല. ഒറ്റയ്ക്ക് കളിക്കുന്നത് തന്നെയായിരിക്കും പ്രേക്ഷക പിന്തുണ കൂടുതൽ കിട്ടാനുള്ള സാധ്യത. ഗ്രൂപ്പായിട്ട് നിന്ന് കളിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ ഇവിടെ എന്തോന്നായിട്ട് പോകാമെന്നേ ഉള്ളൂ. കാരണം ജയിൽ നോമിനേഷൻ വിടത്തില്ല, ക്യാപ്റ്റൻസിയിൽ ഇടയ്ക്കിടയ്ക്ക് വിടും, പിന്നെ പവർ ടീമിലേക്ക് കയറ്റും. അങ്ങനെ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പല പല നേട്ടങ്ങളുണ്ട്. അത് എത്ര നാളത്തേക്ക്? പക്ഷെ പിന്നെ ഒരു കപ്പൊന്നല്ലേ ഉള്ളൂ, അത് ഒരാൾക്കല്ലേ കിട്ടൂ എന്ന് ജിൻഡോ ചോദിക്കുന്നത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്ന് ജിൻഡോ പറയുന്നത് രതീഷ് എഫ് മൂളുകയും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ മിക്കവാറും എല്ലാവരും ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പലരും ഇങ്ങനെ നിലനിന്ന് പോകുന്നത് എന്ന് ജിൻഡോ പറയുന്നു. ജിൻഡോയുടെ ഈ എന്താ പറയുക, ജിൻഡോ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റുള്ള തീരുമാനമാണ്. പുറത്ത് നമ്മളെ ആൾക്കാർ നമ്മളും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് ജിൻഡോ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ടാണ് ജിൻഡയ്ക്ക് ഇത്രയും പിന്തുണ. ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ സ്ഥാനത്ത് നിന്നിരുന്നെങ്കിൽ ഇത്രയും പിന്തുണ കിട്ടില്ല. ഫിജോയെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെറുക്കാനുള്ള കാര്യം, ചില ഗ്രൂപ്പിൻ്റെ ഭാഗമായി ഫിജോ മാറുന്നുണ്ട്. അതാണ് ഫിജോയൊക്കെ നമ്മൾ വെറുക്കാനുള്ള കാരണം. ഒറ്റയ്ക്ക് നിൽക്കാൻ ശ്രമിക്കുന്നവരെല്ലാം പ്രേക്ഷകർ പിന്തുണച്ചിട്ടുണ്ട്. പിന്നെ ജിൻഡോ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഞാൻ ആദ്യ സമയത്തൊന്നും എന്നോട് സംസാരിക്കാനോ ഒന്നും ആരും തയ്യാറല്ലായിരുന്നു. എന്നെ ഒറ്റപ്പെടുത്തി തന്നെ നിന്നു. പക്ഷേ വൈൽഡ് കാർഡായിട്ട് പുറത്തുനിന്ന് ചില ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കുള്ള പിന്തുണ മനസ്സിലാക്കിയിട്ടാകാം പലരും എന്നോട് അത്രയും നാൾ സ്നേഹത്തിൽ സംസാരിക്കാതിരുന്ന പലരും എന്നോട് സ്നേഹത്തിൽ ഇടപെടാൻ തുടങ്ങി. പക്ഷേ അവർക്കിടെയൊക്കെ കണ്ണി നോക്കുമ്പോൾ തന്നെ എനിക്കറിയാൻ പറ്റും ജെനുവിനാണോ അതോ ഫേക്കാണോ എന്ന്. നമ്മളോട് ഇവിടെ നിന്ന് നമ്മളോട് നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അപ്പുറത്ത് ചെന്നിരുന്ന് നമ്മളെക്കുറ്റി കുറ്റം പറയുന്നവരെയും ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട് എന്ന് ജിൻഡോ പറയുമ്പോൾ, ജിൻഡോ പലപ്പോഴും നമ്മൾ പറയത്തില്ലേ, ജിൻഡോ വളരെ ബുദ്ധിമാനായ ഒരു ഗെയിമറാണ്. കാരണം എല്ലാം പഠിച്ചിട്ട് തന്നെയാണ് ജിൻഡോ ഇരിക്കുന്നത്. ജിൻഡോ പലരുടെയും കണ്ണിലേക്ക് നോക്കുമ്പോൾ അത് കള്ളമാണോ സത്യമാണോ എന്ന് മനസ്സിലാക്കാൻ ജിൻഡോയ്ക്ക് കഴിയുമെന്ന് ജിൻഡോ പറയുമ്പോൾ രതീഷ് ഒരുപക്ഷെ ഞെട്ടിപ്പോയോ എന്നെനിക്കൊരു സംശയം.